നല്ല സമൂഹം എന്ന് പറയുമ്പോൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം എന്താണ് ഈ നല്ലത്. നല്ലത് എന്നത് ആരാ തീരുമാനിക്കുക? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നല്ലതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ വേറൊരാൾക്ക് അത് നല്ലതാവൂല. അയാൾ പറയും അതെനിക്ക് നല്ലതായി തോന്നുന്നില്ല എന്ന് പറയും. അയാൾക്ക് നല്ലതായി തോന്നുന്നത് നമുക്കൊരു പക്ഷേ നല്ലതായി തോന്നണം എന്നില്ല. അഥവാ മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചിലത് പറ്റുമ്പോൾ ഭക്ഷണം എല്ലാവർക്കും ഒരേ ഭക്ഷണം പറ്റില്ലല്ലോ അല്ലേ. ചില ആൾക്കാർക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറായിരിക്കും. എന്നാൽ ഹോട്ടലിൽ കയറിയിട്ട് എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലെന്ന് ചോദിക്കും അല്ലേ. അതെന്താ? ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, മാംസം ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, എന്നാൽ പച്ചക്കറി എന്ന് പറഞ്ഞാൽ അടുക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ. ഭക്ഷണത്തിൽ എത്ര വ്യത്യാസമുണ്ട് മനുഷ്യന്മാർ. ഇതേപോലെ തന്നെ ആളുകൾ ഓരോ ആശയങ്ങളെ പറ്റിയും ചില ആളുകൾക്ക് ആ ആശയം നല്ലതാണ്, ഈ ആശയം നല്ലതാണ് അറിയും, വേറൊരാൾക്ക് അത് മോശമെന്ന് തോന്നും. അപ്പം നമ്മൾ നല്ലത് ഏതാണ് എന്ന് എങ്ങനെ തീരുമാനിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മനുഷ്യരായ നമ്മൾ തീരുമാനിക്കുന്നത് എന്തായാലും അതാണ്, മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല. മനുഷ്യന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യനൊരു പരിമിതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ മാത്രമേ മനുഷ്യന് കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള വിവരം എന്ത് ചെയ്യൂല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അതായത് കണ്ണുകൊണ്ട് പോയി ഞാനിവിടെ നിന്ന് നോക്കിയാൽ എനിക്കൊരു പ്രത്യേക ദൂരമുണ്ട്, എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാഴ്ചയില്ല. എൻ്റെ കേൾവിക്കൊരു പ്രത്യേക പരിധിയിലുള്ള സൗണ്ട് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ ഉപയോഗിക്കുന്നത്? ഈ സ്പീക്കർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കുള്ളൂ. അതിൻ്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ അതാർക്കും കേൾക്കുകയില്ല. അപ്പം എന്തിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്. കണ്ണിന് പരിധിയുണ്ട്, കാതിന് പരിധിയുണ്ട്, മൂക്കിന് പരിധിയുണ്ട്, ത്വക്കിന് പരിധിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയുണ്ട്. അതുകൊണ്ട് ആ പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഫ്സ്, മനുഷ്യ ശരീരം, മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് സംഗതികൾ ചേർന്നതാണ്. ഒന്ന് അവൻ്റെ ശരീരമാണ്, ജസദാണ്. ജസദ് ഉണ്ടായത്, ശരീരമുണ്ടായത് മണ്ണിൽ നിന്നാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിയിൽ നിന്നാണ്. എന്നാൽ അത് മനുഷ്യനായി മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിൽ റൂഹ് ഊതപ്പെട്ടപ്പോഴാണ്, ആത്മാവ് പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴാണ്. ആ ജസദിൽ, ആ ശരീരത്തിൽ ആത്മാവ് പ്രവേശിപ്പിച്ചപ്പോഴാണ് അത് മനുഷ്യനായി മാറുന്നത്. എന്നാൽ റൂഹ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വന്നതല്ല, അത് ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണ്, അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ആ റൂഹും ഭൂമിയിൽ നിന്നുണ്ടായ ശരീരവും, അത് രണ്ടിൻ്റെയും സൃഷ്ടിപ്പ് അള്ളാഹു തന്നെയാണ്. അത് രണ്ടും സമഞ്ജസമായി ചേർന്നതാണ് നഫ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യണം, എന്തു ചെയ്യരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എന്തു പറയണം, എന്തു പറയരുത് എന്ന് തീരുമാനിക്കുവാൻ മനുഷ്യന്റെ പരിമിതമായ പഞ്ചേന്ദ്രിയങ്ങൾക്കകത്തു നിന്നുകൊണ്ടുള്ള വിവരങ്ങൾ കൊണ്ട് സാധ്യമേ അല്ല. അവന് ദിശാബോധം ലഭിക്കണമെങ്കിൽ, അവന് നേർരേഖ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്ന് വഹയ് മുഖേന കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടേ അവന് മുന്നോട്ട് പോകാൻ കഴിയും. കാണാൻ കണ്ണ് മാത്രം പോരാ, മതിയോ? കാണാൻ കണ്ണ് മാത്രം പോരാ, ലൈറ്റ് കൂടി വേണം, വെളിച്ചം കൂടി വേണം. വെളിച്ചം കൂടി ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടത് എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ, അല്ലേ? അതേപോലെ മനുഷ്യന് ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധി കൊണ്ട് മനുഷ്യന് ചിന്തിക്കേണ്ടത് ചിന്തിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ പ്രകാശം അവന് വളരെ അനിവാര്യമാണ്. ആ വഹയിൻ്റെ പ്രകാശം കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യന് ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനും യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ. അപ്പം നല്ലതേത്, ചീത്തയേത്, നന്മയേത്, തിന്മയേത്, ധർമ്മമേത്, അധർമ്മമേത് എന്ന് വേർതിരിച്ച് വ്യക്തമാക്കി വിശദീകരിച്ചു തരാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതിൽ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണ് മാനവരാശിയുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്.
നമ്മുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞതാണ് നന്മ, ആ വിശുദ്ധ ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞത് തിന്മയാണ്, ആ ഖുർആൻ അധർമ്മമാണെന്ന് പറഞ്ഞത് അധർമ്മമാണ്, ധർമ്മമാണെന്ന് പറഞ്ഞത് ധർമ്മമാണ്. അപ്പോൾ മാത്രമേ മനുഷ്യന് നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. നിശ്ചയമായും വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ മാർഗം കാണിക്കുന്നു. ഏറ്റവും ചൊവ്വായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്? മാർഗം കാണിക്കുന്നത്. അഥവാ ഖുർആൻ പറഞ്ഞതാണ് എന്നും ശരി. ഇന്നലെ ശരി അതാണ്, ഇന്നതാണ് ശരി, നാളെയും അതായിരിക്കും ശരി, ഈ ലോകാവസാനം വരെ അതായിരിക്കും ശരി. എന്നാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഏത് ദർശനങ്ങളാകട്ടെ, അത് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയാൻ കഴിയില്ല, ഇന്നു പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. അതിങ്ങനെ മാറ്റിമറിഞ്ഞുകൊണ്ടേയിരിക്കും. യാതൊരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ജിയോസെൻട്രിസം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. എന്താ തിയറി? ഭൂമി കേന്ദ്രീകൃതമായ സിദ്ധാന്തം എന്നാണ്. അഥവാ ഭൂമിയെ ആണ് മറ്റു ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയെ സൂര്യൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ദർശനമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള കാഴ്ചപ്പാടെന്താ? ഭൂമി ഒരു ഗ്രഹം മാത്രമാണ്, ഭൂമിയല്ല കേന്ദ്രം, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണ് കേന്ദ്രം എന്ന കാഴ്ചപ്പാടിലേക്ക്, കണ്ടെത്തലിലേക്ക് കടന്നു വന്നു. യൂജിനിക്സ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. എന്താണ് ആ സിദ്ധാന്തം? വൈകല്യമുള്ള ഭിന്നശേഷിയുള്ള ആളുകൾ പ്രജനനം നടത്താൻ പാടില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, അവർക്കുണ്ടാകുന്ന കുട്ടികൾ പ്രശ്നക്കാരാവും, കുഴപ്പക്കാരാവും എന്ന തത്വശാസ്ത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നേരെ തിരിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭിന്നശേഷിക്കാരെ വളരെ ഗൗരവത്തോടുകൂടി, അവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കണം, അവർക്ക് എല്ലാവിധ പരിഗണനയും കൊടുക്കണം. നയങ്ങൾ മാറ്റി. കാരണം മനുഷ്യന്റെ പരിമിതമായ ചിന്തയുടെ അർത്ഥങ്ങളാണതൊക്കെ. അതുപോലെ ഡിറ്റർമിനിസം, നിശ്ചിതമായ വാദം, അതായത് ഈ പ്രപഞ്ചം കൃത്യമായി നിശ്ചയിക്കാൻ കഴിയും, ഇതിന് ഡെഫിനിഷൻ ഉണ്ട്, ഇതിന് നിർവചനമുണ്ട്, ഇത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചം എന്ന നിലക്കാണ് പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താ? ഒരിക്കലും പ്രപഞ്ചത്തെ ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല, അത് അനിർവചനീയമാണ്. ഈ അണ്ഡകടാഹങ്ങളെ കുറിച്ചുള്ള പഠനം പഠിക്കും തോറും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന 120-ലധികം തവണ അത് അമെൻമെന്റ് ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യേണ്ടി വരും. എന്തേ കാരണം? അതെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാരാൽ ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്. അന്നത്തെ സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്, അന്നത്തെ സൊസൈറ്റി അല്ല ഇപ്പോഴുള്ളത്, അന്നത്തെ രീതിയല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അന്നത്തെ ആധുനികതയല്ല ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതികൾ കൊണ്ടുവരേണ്ടി വരും. അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് ഭേദഗതിപ്പെടുത്തേണ്ടി വരുന്നത് അത് മനുഷ്യനിർമ്മിതമാകുന്നു എന്നതുകൊണ്ടാണ്. അത് മനുഷ്യന്റെ പരിമിതിയാണ്. കാരണം മനുഷ്യന് ഇന്നലെ മാത്രമേ അറിയൂ, ഇന്നു മാത്രമേ അറിയൂ, നാളെ നടക്കാൻ പോകുന്നതവന് നിർവചിക്കാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ ഇന്നലെയും ഇന്നും നാളെയും എന്നും, രാവും പകലും, രഹസ്യവും പരസ്യവും, ഈ അണ്ഡകടാഹത്തിലുള്ളത് മുഴുവനും സർവഥാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതല്ല അതിനെ സൃഷ്ടിച്ച ആ സട്ടാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഏതാണ് നേരിന്റെ വഴി എന്ന് കൃത്യമായി അറിയാം. അത് പിന്നെ മാറ്റേണ്ട കാര്യമില്ല. ഇസ്ലാം ഇന്ന് സത്യമാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ സത്യമായിരിക്കും. ഇന്ന് തെറ്റാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ തെറ്റായിരിക്കും. അല്ലേ? വ്യഭിചാരം തെറ്റാണ്. ഇസ്ലാം പണ്ട് പറഞ്ഞു, ഇന്ന് പറയുന്നു, നാളെയും അത് പറയും. സ്വവർഗരതി തെറ്റാണ്. പണ്ട് പറഞ്ഞു, ഇന്ന് പറയുന്നു, നാളെയും അത് പറയും. എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുൻകാലത്ത് 377 വകുപ്പ് പ്രകാരം സ്വവർഗരതി എന്ന് പറയുന്നത് തെറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ അമെൻമെന്റ് കൊണ്ടുവന്നുകൊണ്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്താ? അത് ഇനിയൊരു തെറ്റല്ല എന്നിടത്തേക്കാണ്. ഇപ്പോൾ അത് തെറ്റല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ കുറ്റകരമായിരുന്നു നമ്മുടെ നിയമപ്രകാരം, ഇപ്പോൾ ആത്മഹത്യ കുറ്റകരമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര വ്യഭിചാരം വലിയ പാപമായിട്ടാണ് എണ്ണിയിരുന്നത്. ഇന്ന് വ്യഭിചാരം ഒരു പാപമല്ല, വ്യഭിചാരം എന്ന വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അവിഹിത ബന്ധം, വിവാഹേതര ബന്ധം എന്നേ പറയാൻ പാടുള്ളൂ, അവിഹിത ബന്ധം എന്ന് പോലും പറയാൻ പാടില്ല.
വിവാഹബന്ധം പോലെ തന്നെ വിശുദ്ധമാണ് വിവാഹേതര ബന്ധവും എന്ന കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നിറങ്ങിയ ഈ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മാറ്റേണ്ടി വരില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം എന്താന്ന് ചോദിച്ചാൽ, നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ, നല്ലത് എന്ന് പറഞ്ഞാൽ അതാര് തീരുമാനിക്കുന്നതാണ്? മനുഷ്യർ തീരുമാനിക്കുന്നതല്ല, മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ തീരുമാനമാണ്. ഇതാ എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഒരു ബേക്കറിയാണ്. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കടയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു കടയുണ്ട്. അവിടെയൊക്കെ പ്രത്യേകമായ സാധന സാമഗ്രികൾ വാങ്ങാൻ കിട്ടും അല്ലേ? അതിനൊരു ഇലക്ട്രോണിക് കടയിൽ പോയിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങി, അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ പുസ്തകം തരും, ഒരു ചെറിയ ബുക്ക് തരും. എന്തിനാ? കാറ്റലോഗാണ് അതിൻ്റെ. എങ്ങനെയാണ് ആ ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് എങ്ങനെ ചാർജ് ചെയ്യണം എന്നത് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്തെങ്കിലും കേട് വന്നാൽ നന്നാക്കണമെങ്കിൽ ആദ്യം നോക്കേണ്ട പുസ്തകം ഏതാ? അതിൻ്റെ കൂടെ തന്നെ ആ ബുക്കാണ് നോക്കേണ്ടത് അല്ലേ? ആ കമ്പനിയുടെ അതേ പുസ്തകം തന്നെ നോക്കി നന്നാക്കിയാലേ ആ സാധനം നന്നാവുള്ളൂ. എന്താണ് അതിൻ്റെ തത്വം? അതിൻ്റെ സാമാന്യ യുക്തി എന്താ? വേറൊന്നുമല്ല, അത് ഉണ്ടാക്കിയ മാനുഫാക്ചേഴ്സ് ആരാണോ, കമ്പനി ഏതാണോ, അവരാണ് ആ സാധനം കേട് വന്നാൽ നന്നാക്കേണ്ട രൂപം പറഞ്ഞു തരുന്നുണ്ട്. അത് വേറൊരാളല്ല പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ വണ്ടി നമ്മൾ വാങ്ങിയ വണ്ടിയാണ്, കാറ് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ചോദിച്ചു, പെട്രോളിനാണോ ഡീസലിനാണോ വില കൂടുതൽ? അപ്പോൾ പറഞ്ഞിട്ട് പെട്രോളിന് കുറച്ച് കൂടുതലാണ്. എന്നാൽ എൻ്റെ വണ്ടിയിൽ ഡീസൽ അടിച്ചാൽ മതി. അപ്പോൾ ഈ അടിക്കണ ആൾ പറഞ്ഞു, എന്ത് ഇതിൽ ഡീസൽ അടിക്കാൻ വേണ്ടി പെട്രോളിൻ്റെ എഞ്ചിനാണ്, പെട്രോളിൻ്റെ വണ്ടി. അപ്പോൾ നമ്മൾ വാശി പിടിക്കണം, ഇതിൻ്റെ വണ്ടിയാണ്, ഞാൻ പറഞ്ഞ എണ്ണയെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാളത് അടിക്കും, പക്ഷെ വണ്ടി അവിടെ നിന്ന് നീങ്ങൂല അല്ലേ? അതാര് പറഞ്ഞതിനെ അടിക്കണം? ആ വണ്ടിൻ്റെ കമ്പനിക്കാർ നിർദ്ദേശിച്ച എണ്ണ തന്നെ അടിക്കണം. അതിന് പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കിക്കുന്നത്. ഞാൻ എന്തിനത്ര ലളിതമായി പറഞ്ഞതെന്നറിയോ? അതായത് ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് കേടുന്ന നന്നാക്കേണ്ടത് അതുണ്ടാക്കിയ ആൾക്കാരാണ് അത് പറയേണ്ടത്. അതേപോലെ മനുഷ്യൻ കേട് വന്നാൽ മനുഷ്യനെ നന്നാക്കേണ്ടത് മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ നിന്നുണ്ടായ ചിന്തകൾ കൊണ്ടല്ല, മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ നിയമമാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കണം. അതൊരു മനുഷ്യൻ്റെ കാറ്റലോഗാണ് ഏത്? ഖുർആൻ എന്ന് പറയുന്നത്, വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യൻ കുഴപ്പക്കാരനായാൽ, മനുഷ്യൻ വ്യഭിചാരിയായാൽ, അവൻ മോഷ്ടാവായാൽ, അവൻ തീവ്രവാദിയായാൽ, അവൻ അഴിമതിക്കാരനായാൽ, അവൻ പലിശക്കാരനായാൽ, അവൻ ലൈംഗികമായി മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ അവനെ തിരിച്ചു പിടിക്കാൻ, അവനെ കറക്റ്റ് ചെയ്യാൻ എന്താണ് മിഷനറി? അത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ആ വിശുദ്ധ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുകയല്ലാതെ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല, അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, അവർക്ക് വെപ്രാളപ്പെടേണ്ടി വരില്ല, അവർക്ക് സമാധാനത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശത്തിന് പകരം ഏതെങ്കിലും ആളുകളുടെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തത്വശാസ്ത്രങ്ങളെയാണ്, സിദ്ധാന്തങ്ങളെയാണ് മനുഷ്യൻ അവലംബിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അവൻ ദുഃഖിക്കേണ്ടി വരും, അവൻ വിഷമിക്കേണ്ടി വരും, അവൻ പ്രയാസപ്പെടേണ്ടി വരും, അവൻ പ്രശ്നങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ അവസാനമായി അവൻ ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരും. സ്വന്തം റിവോൾവർ നെറ്റിക്ക് നേരെ പിടിച്ച് നെഞ്ചിന് നേരെ പിടിച്ച് വെടിയുതിർക്കേണ്ട ഘട്ടങ്ങൾ കടന്നു വരും. എന്തിയെ കാരണം? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്നതാണ് അതിൻ്റെ ഒക്കെ കാരണം. എന്താണ് എന്താണ് പടച്ച തമ്പുരാൻ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത്? അത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ നന്നാകാനുള്ള രണ്ട് കാര്യം. എന്താ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രണ്ടാശയം എന്നറിയോ? ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ മാത്രം നമ്മൾ ആരാധിക്കുക, അവനെ മാത്രം അഭൗതികമായ മാർഗത്തിലൂടെ നമ്മൾ ഭയപ്പെടുക. എന്നാൽ മനുഷ്യൻ പൂർണ്ണമായി നന്നാവും. അതായത് പരിഹാരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് മനുഷ്യനെ നന്നാക്കാൻ
അവൻ അച്ചടക്കമുള്ളവനാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ബോധം അവനിൽ ഉണ്ടാക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ തൊട്ടടുത്ത കടയിലൊക്കെ ഒന്ന് കയറി നോക്കി. അവിടെ എഴുതിയിട്ടുണ്ടാവും എന്ത്? നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എന്തിനാണ് ആ കടയിൽ, സൂപ്പർ മാർക്കറ്റിൽ അത് എഴുതി വെക്കുന്നത്? എന്തിനാണ് നാഷണൽ ഹൈവേയിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്? എന്തിനാണ് ഹോസ്പിറ്റലുകളിൽ CCTV ക്യാമറ വെച്ചിരിക്കുന്നത്? എന്തിനാണ് വീടിന്റെ ഗേറ്റിൽ ഈ ക്യാമറ ധരിപ്പിച്ചിരിക്കുന്നത്, അതുണ്ടെന്ന് എഴുതി വച്ചിരിക്കുന്നത്? എന്തിനാണ് ഓഫീസുകളിൽ പഞ്ചിങ് മെഷീൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇതൊക്കെ എന്തിനാ? അച്ചടക്കമുണ്ടാകാനാണ്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓർമ്മയുണ്ടാകാൻ വേണ്ടിയാണ്. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കാൻ എല്ലാം ഇത് തന്നെയാണ് മാർഗം. അപ്പൊ മനുഷ്യർ എത്രമേൽ പുരോഗമിച്ചാലും മനുഷ്യനെ നിയന്ത്രിക്കുവാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഏക ഉപാധി എന്ന് പറയുന്നത്, മനുഷ്യ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്യാമറ. ആ ക്യാമറയിൽ നീ പെട്ടുകഴിഞ്ഞാൽ ഗവൺമെന്റ് പിഴ ചുമത്തും, അതിന് തക്കതായ ശിക്ഷ നിനക്ക് ലഭിക്കും. പിഴ കൊണ്ട് ജീവിച്ചു പോകുന്ന എത്ര രാജ്യങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്, അല്ലേ സഹോദരങ്ങളെ? എന്നാൽ ഇതിനൊക്കെ പരിമിതിയുണ്ട്. CCTV ക്യാമറ വെക്കുമ്പോൾ തന്നെ വെക്കുന്ന ആൾക്കാരെന്താ പറയാ അറിയോ? എവിടേക്ക് വെക്കേണ്ടി വയ്ക്കും. ആ ഒരു 8-10 സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്താൽ അതിൽ എത്രണ്ണം വർക്ക് ചെയ്യണം എന്നാ ചോദിക്കുക. അപ്പം എന്താ, 2-3 വർക്ക് ചെയ്യുള്ളൂ, ബാക്കി ഡെമോ ആണ്. അവിടെ ഉണ്ട് എന്ന് തോന്നിയുള്ളൂ, വർക്ക് ചെയ്യൊന്നുമില്ല. ഈ 2-3 വെച്ചതോ അത് ആദ്യം കുറച്ച് 4-5 മാസമൊക്കെ ഉണ്ടാവും, പിന്നെ അതും കേടുന്നു പോകും, പിന്നെ ആരും നോക്കണ്ടാവില്ല. ഇത് മനുഷ്യനുണ്ടാക്കിയ സാധനമായതുകൊണ്ട് അതൊക്കെ കേടുന്നു. എന്നാലേ അത് ഒന്നുകിൽ കറണ്ട് വേണം, റേഞ്ച് വേണം, എന്നെങ്കിലും അതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഒരു കറണ്ടും ഒരു റേഞ്ചും ഇല്ലെങ്കിൽ ലോകത്ത് മനുഷ്യൻ ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ, സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ, ബെഡ്റൂമിലാകട്ടെ ബാത്റൂമിലാകട്ടെ, കോളേജിലാകട്ടെ വീട്ടിലാകട്ടെ, എവിടെയാകട്ടെ, ഏത് സമയത്താകട്ടെ, രാത്രിയാകട്ടെ പകലാകട്ടെ, എവിടെയാണെങ്കിലും നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു അല്ലാഹുവുണ്ട് എന്ന ബോധം ഒരു മനുഷ്യന് കൃത്യമായിട്ട് ഉണ്ടായാൽ അവൻ ഒരിക്കലും മദ്യപിക്കാൻ കഴിയില്ല, അവനൊരിക്കലും തൻ്റെ ഭാര്യയെ വഞ്ചിക്കാൻ കഴിയില്ല, അവൾക്കൊരിക്കലും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും അഴിമതി ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് നിരപരാധികളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് ചാവേറായി പൊട്ടിത്തെറിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയില്ല. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന പൈതങ്ങളെ പീഡനത്തിനിരയാക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. മുതലാളി എന്നെ നോക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഷെൽഫിൽ നിന്ന് പണം എടുക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ മുതലാളി കണ്ടില്ലെങ്കിലും, എൻ്റെ ഉപ്പ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ വാർഡൻ എന്നെ നിരീക്ഷിച്ചിട്ടില്ലെങ്കിലും, എൻ്റെ അധ്യാപകൻ എന്നെ കണ്ടില്ലെങ്കിലും സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു അല്ലാഹുവുണ്ട്, ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവൻ അഴിമതിക്കാരനാകാൻ കഴിയില്ല, അവന് ശിർക്ക് ചെയ്യാൻ കഴിയില്ല, അവന് ബിദ്അത്ത് ചെയ്യാൻ കഴിയില്ല, അവന് യാതൊരുവിധ തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മനുഷ്യന്മാര് നന്നാകും. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഇതുണ്ടായാൽ മനുഷ്യന്മാർ ഒരിക്കലും തന്നെ പിന്നെ അന്ന് കേടുവരികയില്ല. ഇതാണ് ഇസ്ലാം മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ മുസ്ലിങ്ങളെ എന്നല്ല, ഏ ഹിന്ദുക്കളെ എന്നല്ല, ഏ ക്രിസ്ത്യാനികളെ എന്നല്ല, ഏ മതമുള്ളവരെ എന്നല്ല, ഏ മതമില്ലാത്തവരെ എന്നല്ല, ഏ ഇന്ത്യക്കാരനെ എന്നല്ല, ഏ പാകിസ്ഥാൻകാരനെ എന്നല്ല, മനുഷ്യരെ എന്ന വിളിയാണ്. ആ മനുഷ്യരെ എന്ന വിളിയിൽ എല്ലാവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടും. ആണുപെടും, പെണ്ണുപെടും, കുട്ടികൾ പെടും, മുതിർന്നവർ പെടും, യുവാക്കൾ പെടും, പുന്നയൂർക്കുളത്തുള്ളവർ പെടും, ഈ കുന്നംകുളത്തുള്ളവർ പെടും, തൃശ്ശൂർ ജില്ലയിലുള്ളവർ പെടും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം ജാതി മത വിഭാഗക്കാരുണ്ടോ അവരെല്ലാം അതിൽ ഉൾപ്പെടും. മതമില്ലെന്നു പറയുന്നവർക്ക് അതിൽ ഉൾപ്പെടും. അവരെ എല്ലാവരെയും ഒന്നിച്ച് വിളിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗത്തിന്റെ പേരാണ് അന്നാസ് എന്ന പ്രയോഗം.
പ്രയോഗം. ജനങ്ങളെ, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് എന്താ ഖുർആൻ പറയുന്നത്? ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നിങ്ങളുടെ അച്ഛനെയല്ല, നിങ്ങളുടെ മുത്തച്ഛനെയല്ല, അതിൻ്റെ മുമ്പുള്ളവരെയല്ല, മഹാന്മാരെയല്ല, ആൾ ദൈവങ്ങളെയല്ല, പുണ്യപുരുഷന്മാരെയല്ല, ഔലിയാക്കന്മാരെയല്ല, ജാറങ്ങളെയല്ല, ബദരീങ്ങളെയല്ല, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയല്ല, മറ്റേതെങ്കിലും മനുഷ്യരൂപത്തിൽ വരുന്ന ഞാൻ ദൈവമാണെന്ന് വാദിക്കുന്നവരെയല്ല, കല്ലിനെയല്ല, മറ്റെന്തെങ്കിലും ആൾത്തരകളെയല്ല, മറിച്ച് മനുഷ്യൻ ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എത്ര വിശാലമായ ആശയാണ് നോക്കൂ നിങ്ങളത്. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് അവനെയാണ് ആരാധിക്കേണ്ടത്. ഈ പുന്നിയോർക്കുളത്തിലെ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഏതാനും അറബി വാചകങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങൾ ആരാധിക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നായിരിക്കും അവർ പറയുക എന്ന്. എന്നാൽ ഖുർആൻ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, ഈ കാടിനെ സൃഷ്ടിച്ചതാരാണോ, അതിലെ മൺപേടയെ സൃഷ്ടിച്ചതാരാണോ, അതിൽ ഗർജിക്കുന്ന സിംഹത്തെ സൃഷ്ടിച്ചതാരാണോ, ഈ വിശാലമായ സമുദ്രത്തെ സൃഷ്ടിച്ചതാരാണോ, ഈ 7 ഭൂഖണ്ഡങ്ങളെ സൃഷ്ടിച്ചതാരാണോ, ഈ വാനത്തെ ആകാശ ലോകത്തെ സൃഷ്ടിച്ചതാരാണോ, ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇത് വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, ഇത് വിഭാഗീയതയില്ലാത്ത വിശ്വാസമാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാണ്, മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഈ മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, മറ്റൊരു വിഭാഗം ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് സങ്കുചിതത്തിന്റെ ആശയമാണ്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അതല്ല പറയുന്നത്, വിശുദ്ധ ഖുർആൻ അതല്ല ഓർമ്മിപ്പിക്കുന്നത്, മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അത് മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയല്ല എന്നുറപ്പാണല്ലോ, അത് ബദരീങ്ങളല്ല എന്നുറപ്പാണല്ലോ, അത് ഉഹ്ദീങ്ങളല്ല എന്നുറപ്പാണല്ലോ, ഏതെങ്കിലും ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാണ് എന്ന് നമുക്ക് ഉറപ്പല്ലല്ലോ. അതുപോലെ ഏതെങ്കിലും ആൾ ദൈവങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് ആർക്ക് പറയാൻ കഴിയും? അവർക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അവർക്കൊരു ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ടായിരിക്കും. അവർ മരണപ്പെട്ടതോടുകൂടി അവർക്ക് പിന്നൊന്നും അറിയില്ല. അപ്പൊ അവരെയും സൃഷ്ടിച്ച, അവർക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെയാണ് മനുഷ്യരാശി ആരാധിക്കേണ്ടത്. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ ആരാധിച്ചാൽ എന്താ സംഭവിക്കുക? എന്നാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറും, നിങ്ങൾ അച്ചടക്കമുള്ളവരായി മാറും, നിങ്ങൾ നന്മയുള്ളവരായി മാറും, നിങ്ങൾ നല്ല വ്യക്തികളായി മാറും. നിങ്ങൾക്കൊരിക്കലും മോഷ്ടിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും ഭാര്യയെ ചീത്ത പറയാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരനുസരിക്കാതിരിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തു നോക്കി അവരോട് ഛേ എന്ന വാക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും അയൽവാസിയെ ഉപദ്രവിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും തന്നെ ഇവിടെ കാരുണ്യമുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് സ്നേഹത്തിന്റെ വഴിയിലൂടെ മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് ഇവിടെയുള്ള സമൂഹത്തെ ഒന്നടങ്കം ഒന്നിച്ച് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. ലഅല്ലക്കും തത്തഖൂൻ. എത്ര വിശാലമായ ആശയം. അപ്പൊ സുഹൃത്തുക്കളെ, മനുഷ്യൻ നന്നാകാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരൊറ്റ മാർഗം എന്ന് പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങൾ ആരാധിക്കും. ആ സൃഷ്ടാവ് ഇലാഹ് എന്നാണ് അതിന് അറബി പറയാം, ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ. അതിനാണ് അല്ലാഹു എന്ന് പറയാം. അതിന് മലയാളത്തിൽ നമ്മൾ ദൈവം എന്ന് പറയും, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ദ ഗോഡ് എന്ന് പറയും, പല പേരുകളിൽ പറയും. പക്ഷേ അല്ലാഹു എന്ന അർത്ഥത്തിൽ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ അല്ലാഹു എല്ലാവരുടെയും സൃഷ്ടാവാണ്. അത് മുസ്ലിങ്ങളെ മാത്രം സൃഷ്ടിച്ചവരല്ല, ഈ ലോകത്തെ മുഴുവൻ പടച്ചവൻ.
അതുകൊണ്ട് അത് ആരംഗീകരിക്കുന്നുവോ, ആ ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുവോ, അവർക്ക് ലഅല്ലക്കും തഖ്വ, സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയാം? ആൾക്കാർ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കാണിക്ക ഇട്ടാൽ ആ സ്ഥലം കെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്തൊക്കെ ചെയ്യും. കാരണം അവിടുന്ന് പോകുന്നല്ലോ, ഇന്നെ കാണൂല. അങ്ങനെയല്ല, ഈ പടച്ചോ എന്ന് പറയുന്നത് ആകാശത്താണ്. സദാസമയം നമ്മൾ നിരീക്ഷിച്ചു, അവൻ ഉറക്കമല്ല മയക്കമല്ല. അങ്ങനത്തെ ഒരു അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മനുഷ്യൻ നന്നാകാൻ കൊടുക്കലും ഒന്നതാണ്. രണ്ടാമത്തെ എന്താ അറിയോ? ഇനി അങ്ങനെ നമ്മൾ വിശ്വസിച്ചില്ല എന്ന് കരുതുക. ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ചില ആൾക്കാർ കേട്ടിട്ട് എന്താ അങ്ങനെ, ഞാൻ വിശ്വസിക്കണമെന്നില്ല, എന്ത് ദൈവം, എന്ത് പടച്ചോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആ അള്ളാഹ് പറയണത് എന്താ അറിയോ? എന്നാ ഒരു കാര്യം നോക്കിക്കോ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കും ചെയ്യും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ കാര്യം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾ മരിക്കുന്നുള്ള കാര്യത്തിൽ? സംശയമില്ല. സംശയമില്ല എന്ന് മാത്രമല്ല, നമ്മളൊപ്പം മരിക്കുന്നു പോലും നമുക്ക് പറയാൻ കഴിയില്ല. അത്രമേൽ നിസ്സാരന്മാരാണ് നമ്മൾ, അല്ലേ? എത്ര സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സഹോദരിയെ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്ക് ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ വന്ന് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, കുഴഞ്ഞു വീണ് മരിക്കും. ആ സ്ത്രീ വേറെ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് സ്ത്രീ രക്ഷപ്പെട്ടു. എന്നാലോചിച്ചു, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും കുഴഞ്ഞു വീണ് മരിച്ച എത്ര ഡോക്ടർമാരുടെ റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല, മനുഷ്യൻ പോകേണ്ട സമയത്ത് പോകും. അതെപ്പോഴാന്നും കൂടി പറയാൻ കഴിയില്ല. ഇവിടെ ഏകഛത്രാധിപതികൾ ഉണ്ടായിട്ടുണ്ട്, അള്ളാഹുവിനെ റബ്ബിനെ വെല്ലുവിളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫറോവ ചക്രവർത്തി, ആ ചക്രവർത്തി മരണപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? ഹിറ്റ്ലർ മരിച്ചിട്ടുണ്ട്, മരിക്കൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മൊസോളിനി മരിച്ചിട്ടുണ്ട്, ഹാമാൻ, കാറൂൻ, ആസർ എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരും ഈ ഭൂമിക്ക് താഴെയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ സ്വേച്ഛാധിപതികളാണ്, എല്ലാവരും മരിക്കും. അതാ അള്ളാഹ് പറഞ്ഞത് എന്ത്? എന്നെ ധിക്കരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊരു പ്രത്യേക സമയം വരെ പോകാൻ കഴിയുള്ളൂ, പിന്നെ നിങ്ങൾ മരിക്കും. മരിച്ചാൽ അതിനോട് തീരുമോ? ഇതിനു ശേഷം നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും. ആ ആയത്ത് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പുന്നിയോർക്കുളത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല, ഞാനിവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, നമ്മൾ നീതിയും നിയമവും നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരായത്തുണ്ട്, ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഖിയാമത്ത് നാളിൽ രണ്ടാമത് നിങ്ങൾ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അതാ പ്രശ്നം. രണ്ടാമത് മനുഷ്യൻ വരുന്നു. അവിടെ വരുന്നു മാത്രല്ല, അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും ശരിയായ പ്രതിഫലം കിട്ടുക. നന്മയാണെങ്കിൽ ഉചിതമായ പ്രതിഫലം, തിന്മയാണെങ്കിൽ അനുചിതമായ ശിക്ഷ. അത് ഈ ലോകത്ത് നിന്ന് ആർക്കും കൊടുക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വീടിനതാ തീ പിടിക്കുന്നു, അയൽവാസികളെല്ലാവരും ഓടിക്കൂടി, അതിനുള്ളില് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, പുക ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പോൾ അവർ ചെറുപ്പക്കാരന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഓരോരുത്തർ പിടിച്ചു വലിച്ച് ഇറക്കി താഴത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ആദ്യം വാപ്പാനെ കൊണ്ടുവന്നു, ഉമ്മാനെ കൊണ്ടുവന്നു, ഒക്കെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഒരു കുട്ടിയുടെ കരച്ചിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു. ആ കുട്ടിയെ കൂടി എടുക്കാൻ വേണ്ടി അവൻ പോയി ആ കുട്ടിയെ എടുത്ത് ഇവർക്ക് എറിഞ്ഞു കൊടുത്തു. ചെറിഞ്ഞു കൊടുത്തപ്പോഴേക്കും പുക അവൻ ആവരണം ചെയ്ത് ആ തീയിൽ വെന്തുപോവുക. ഞാൻ ചോദിക്കട്ടെ, ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെടാൻ നിമിത്തമായ ആ യുവാവ് അവരെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ വെന്തു മരിക്കുകയാണ്. ഈ യുവാവിന് അവൻ ചെയ്ത ആ നന്മക്ക് പ്രതിഫലം കൊടുക്കാൻ ഇവിടെയുള്ള ഏത് ഭരണാധികാരികൾക്ക് കഴിയും? ഈ ചോദ്യം ആരുടെയൊക്കെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ അവർ ചിന്തിക്കട്ടെ. ആ ഒരു സഹോദരന്, മാൻഹോളിൽ ഇറങ്ങിയ നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരന് നമുക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് അങ്ങാടിയിൽ. അദ്ദേഹത്തെ കുറിച്ച്
വർഗീയതയുടെ ചാപ്പയടിച്ച ആളുകളെയും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നും ആ വർഗീയ കോമരങ്ങൾ കേരളത്തിൽ നിറഞ്ഞാടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നൗഷാദുമാർക്ക് അവർ ചെയ്ത നന്മക്ക് കൂലി കൊടുക്കാൻ ഇവിടെയുള്ള ഭരണപക്ഷത്തിന് കഴിയുമോ? ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് കഴിയുമോ? ഇവിടെയുള്ള ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. എന്നാ നമ്മുടെ ബുദ്ധി പറയുന്നില്ലേ, നമ്മുടെ ചിന്ത പറയുന്നില്ലേ അവർക്കതിനൊരു കൂലി കൊടുക്കണം, പ്രതിഫലം കൊടുക്കണമെന്ന്? ആ പ്രതിഫലത്തിന്റെ ദിവസമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൻ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും, എല്ലാവരും മരിക്കും. എന്നിട്ടോ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അവർക്കുള്ള പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നാളെ ഖിയാമത്ത് നാളിലാണ് ലഭിക്കുക. അപ്പൊ ഇവിടുന്ന് എത്ര നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ട് തരും നാളെ പരലോകത്ത്. അപ്പൊ എന്ത് നന്മ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടുന്ന ഒരു നാളുണ്ട് സുഹൃത്തുക്കളെ. ഇന്നും ഗസയിലെ വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല. വാർത്തകളിൽ നമ്മൾ വല്ലാതെ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. എത്രയെത്ര അഭയാർത്ഥികളാണ് ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്, കടലിലെ ബോട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കുട്ടികളാണ് അനാഥരായി പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഗ്യാസ് ചാമ്പറുകളിൽ നിരപരാധികൾ പടഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര നിരപരാധികളാണ് ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഈ പ്രയാസമുണ്ടാകാൻ കാരണക്കാരായവരാകട്ടെ അവർ ഈ രാജ്യത്തിന്റെ മുകളിലൂടെ വിലസുകയാണ്. അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല, ഒരു അന്താരാഷ്ട്ര കോടതികൾക്കും സാധിക്കുന്നില്ല. എന്നാൽ ഓർത്തുവെച്ചോ, ഏതൊരു അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാലും ഇതിനൊക്കെ കാരണക്കാരായവർ ആരായിരുന്നാലും അവർക്കൊരു നാള് വരാനുണ്ട്. ആ നാളിന്റെ പേരാണ് പരലോകം എന്ന് പറയുന്നത്. ഒരാളെയല്ല, ആറ്റം ബോംബെറിഞ്ഞ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊല്ലാൻ ആരാണോ കാരണക്കാരനായവൻ ആ ആളെ 1,00,000 പ്രാവശ്യം കൊല്ലാൻ, ജീവൻ കൊടുത്തു കൊല്ലാൻ കഴിയുന്ന നാളിന്റെ പേരാണ് പരലോകം എന്ന് പറയുന്നത്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അങ്ങനെ ഒരു ദിനുണ്ട് സുഹൃത്തുക്കളെ. ഏത് നിരീശ്വരവാദിക്കും അംഗീകരിക്കാവുന്ന ഒരു തത്വമല്ലത്. ഇവിടെ ചെയ്ത നന്മയും തിന്മയും അതിനൊക്കെ ഇവിടെ മനുഷ്യനെ പട്ടാപ്പകൽ അങ്ങാടിയിൽ വെച്ച് കഠാര കൊണ്ട് കുത്തിക്കൊന്ന മനുഷ്യൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് പിന്നെ 2-3-4 വർഷം നിയമ പോരാട്ടം നടത്തി അവസാനം തെളിവില്ല എന്നും പറഞ്ഞു കണ്ട് ഇറങ്ങിപ്പോകുന്ന എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഗർഭിണിയുടെ വയറ് കുത്തി, ശൂലം കൊണ്ട് കുത്തി, ആ കുട്ടിയെ വലിച്ചു പുറത്തേക്കെടുത്ത് ആ സ്ത്രീയെ വ്യഭിചരിച്ച് കശക്കിയെറിഞ്ഞ കശ്മലന്മാരെ വരി വരിയായി അവർ ജയിലിൽ നിന്ന് നിരപരാധികളാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന രംഗം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ മനസ്സ് പ്രാർത്ഥിച്ചിട്ടില്ലേ ആ മനുഷ്യന്മാർക്ക് ഒരു തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന്? നിരീശ്വരവാദികളോട് ഞാൻ ചോദിക്കുന്നു, സ്വർഗമില്ല, നരകമില്ല, പരലോകമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇവർക്കൊക്കെ ഇതിന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് മാർഗമുണ്ട്? അവിടെയാണ് ഇസ്ലാം പറയുന്ന പരിഹാരം. നാളെ പരലോകമുണ്ട്, അവിടെ ഒരു നരകമുണ്ട്. ആ നരകത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? തുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിതമില്ല, മരണമല്ല. തൊലി ഇങ്ങനെ കത്തും. മനുഷ്യനെ നരകത്തിലിടുമ്പോൾ ഈ രൂപത്തിലല്ല വലിപ്പുണ്ടാകുക, അവന്റെ വലുപ്പം വലുതാകും. ഏതുപോലെ 2 മലകൾക്കിടയിലുള്ള ദൂരം എത്രയുണ്ടോ അത്രയും വലിയൊരു ഭീമാകാരനായ മനുഷ്യനാക്കി മാറ്റും നരകത്തിലിടുന്ന മനുഷ്യന്മാരെ നാം. എന്നിട്ട് ആ തീ അത് പാറ കത്തുന്നത് പോലെ കത്തും, ഒരു മല കത്തുന്നത് പോലെ ഒരു മനുഷ്യൻ നിന്ന് നരകത്തിൽ കത്തും. അത് കത്തും, അവന് തൊലി പോകും. അപ്പോൾ വീണ്ടും അവന് തൊലി കൊടുക്കും. അത് 1 ദിവസമല്ല, 2 ദിവസമല്ല, യുഗങ്ങളോളം. അതെ, അവർ അതിൽ കടന്ന് എരിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. സ്വല എന്ന് പറഞ്ഞ കത്തിങ്ങനെ എരിയണീനാണ് പറയാം.
അത് ആ തൊലിയാണ് കത്തിപ്പോയാൽ അടുത്ത തൊലിന് തരും. ഈ ലോകത്താണെങ്കിലോ കത്തിയൻ പോയാൽ പിന്നെ കരിക്കട്ടയായി, പിന്നെ നമുക്ക് ജീവൻ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ജീവൻ തരും, അനുഭവിക്കന്നെ വേണ്ടി വരും. സുഹൃത്തുക്കളെ, ഇങ്ങനൊരു നരകം സത്യം. അത് സത്യം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പടച്ചോ നമ്മളെ കാണുന്നുണ്ടെന്നും ഇതിനൊക്കെ തക്കതായ ശിക്ഷ എനിക്ക് കിട്ടുന്നു ഒരു ബോധം ഒരു മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യന് പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം നല്ല വ്യക്തിയാവും, നല്ല മനുഷ്യനായി മാറും. അത് മാറ്റാൻ ഈ ഒറ്റമൂലി അല്ലാതെ വേറെ ഒരു പരിഹാരം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നല്ല വ്യക്തികൾ ഉണ്ടാവുമ്പോൾ എന്താവും? ഒരു വീട്ടിലെല്ലാവരും നല്ല ആൾക്കാരാകുമ്പോൾ ആ കുടുംബം എന്താവും? നന്നാവൂലേ? കുടുംബങ്ങൾ നന്നാവുമ്പോൾ എന്താവും? സമൂഹം നന്നാവും. അപ്പൊ നല്ല വ്യക്തികൾ ഉണ്ടാവുമ്പോൾ നല്ല സമൂഹം ഉണ്ടാകും. സംശയിക്കണ്ട. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ടൈറ്റിൽ എന്താ? കുടുംബം, സമൂഹം, ധാർമ്മികത എന്നതാണ്. അതിൽ ഒന്നാമത് എണ്ണി പറഞ്ഞത് കുടുംബമാണ്. ആ കുടുംബം എന്ന സംവിധാനത്തെ കുറിച്ച് മാത്രങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഇസ്ലാം സത്യമാണെന്ന് പറയാൻ പറ്റും. ഇസ്ലാം സത്യം എന്ന് പറയാൻ പറ്റും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഖുർആനും ഇസ്ലാമും സത്യമല്ല, ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. ഞാൻ ഒറ്റക്കാരി കുടുംബത്തെക്കുറിച്ച് നിലവിലുള്ള സംവിധാനം എന്താണെന്ന് ആലോചിച്ചു. കുടുംബത്തെ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓതി വെക്കുന്ന ആയത്താണെന്ത്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അതിന്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞേ? ഏതൊരു അല്ലാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത് അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. എന്ത്? വത്തഖുല്ലാഹ, നിങ്ങൾ സൂക്ഷിക്കുക. അല്ലദീന തസാഅലൂന ബിഹി വൽ അർഹാം. അർഹാം എന്ന കുടുംബ ബന്ധങ്ങളാണ്. കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ബോധം ഇസ്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കുടുംബം എന്നുള്ള സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിക്കണം എന്നാണ്. അപ്പോൾ കുടുംബം എന്നുള്ള സംവിധാനം അതൊരു ദൃഷ്ടാന്തമാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിശ്ചയമായും നിങ്ങളെതാ ഒരു ഇണയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന് വേണ്ടി. അത് ആയത്താകുന്നു, ദൃഷ്ടാന്തമാകുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാ ഖുർആൻ പറയുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ ചുരുക്കം? കുടുംബം എന്ന സംവിധാനത്തിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്ലാം കുടുംബം അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെയുള്ള പുരോഗമനവാദികൾ എന്തു പറഞ്ഞു? കുടുംബമൊന്നും വേണ്ട, കുടുംബമൊന്നും അത്യാവശ്യമല്ല. പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല എന്ന പാട്ടും പാടി നടന്നു. പക്ഷികളൊന്നും വിവാഹം കഴിക്കില്ലല്ലോ, മൃഗങ്ങളൊന്നും വിവാഹം കഴിക്കില്ലല്ലോ, പിന്നെന്താ മനുഷ്യന്മാർ വിവാഹം കഴിച്ചോളണം എന്താ കാര്യം? അങ്ങനെ യൂറോപ്യൻ നാടുകളൊക്കെ ഒരു കാലത്ത് കുടുംബ സംവിധാനത്തിന് എതിര് നിന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ ഈ കാര്യം നിങ്ങൾ ശരിക്കും ഒരു ഗവേഷണത്തിന് വിധേയാക്കണം എന്ന് ഞാൻ പറയും. കുടുംബം വേണ്ട, മക്കൾ വേണ്ട, വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, എല്ലാവരും സ്വതന്ത്രമായി ജീവിച്ചാൽ മതി എന്ന തിയറി ലോകരാജ്യങ്ങൾ എവിടെയൊക്കെ നടപ്പാക്കിയോ അവരെല്ലാം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇന്ന് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് നിങ്ങൾ ചേർത്ത് വെക്കണം. എന്ത്? ഇസ്ലാം പറഞ്ഞു നിങ്ങൾ കുടുംബത്തെ സംരക്ഷിക്കണം, കുടുംബ സംവിധാനത്തെ ശ്രദ്ധിക്കണം, സമയമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകണം, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ കളിയാക്കി, പന്നികൾ പ്രസവിക്കണ മാതിരി നിങ്ങൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അങ്ങനെ കളിയാക്കിയ ആളുകൾ ഇപ്പൊ എന്താ യൂറോപ്യൻ നാടുകളിൽ സംഭവിക്കുന്നത്? ഒന്നിതാ കുടുംബ സംവിധാനം തകർന്നതുകൊണ്ട് അവിടെ ഉണ്ടായ അപകടങ്ങൾ. ഒന്ന്, ഏകാന്തതയുടെ വർധനവ് ഇന്ന് അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 ബ്രിട്ടൻ ലോകത്തിൽ ആദ്യമായി മിനിസ്ട്രി ഫോർ ലോൺലിനെസ് എന്ന ഒരു മന്ത്രിസ്ഥാനം തന്നെ ഉണ്ടാക്കി.
നമ്മുടെ നാട്ടിൽ കുറേ മന്ത്രിമാർക്ക് കുറേ വകുപ്പില്ലേ, വിദ്യാഭ്യാസം, വ്യവസായം എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ ഒരു വകുപ്പാണ് എന്ത്? ലോൺലിനെസ്സിനുള്ള ഒരു വകുപ്പ്. ഏകാന്തമായി ജീവിക്കുന്ന ആളുകളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിനെ വെച്ചിരിക്കും. അത്രമേൽ അവർക്ക് പ്രയാസമുണ്ടായി. കാരണം കുടുംബത്തിന്റെ അഭാവം കാരണം 90 ലക്ഷത്തിലധികം ആളുകൾ ഒറ്റപ്പെടുന്നു എന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പോഴാണ് അതിനൊരു മന്ത്രിനെ വെക്കേണ്ട ഗതികേടുണ്ടായത്. അതേപോലെ തന്നെ ജനസംഖ്യയുടെ തകർച്ച, കുടുംബ സംവിധാനങ്ങളില്ലാതായപ്പോ ആളുകൾ കുറഞ്ഞു, ജനസംഖ്യ കുറഞ്ഞു. ചൈന ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽ രാജ്യമാണ് ചൈന. ചൈന ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള രാഷ്ട്രനായകന്മാര് ആളുകളുടെ അടുത്ത് വന്നിട്ട് കരയാണ്, പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയണത്, ഒരു വീട്ടിൽ മിനിമം 5 ആളെങ്കിലും വേണം, ഇല്ലെങ്കിൽ നാം ആകെ പ്രയാസത്തിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ ഗോസ്റ്റ് ടൗൺസ് എന്ന് പറഞ്ഞൊരു ആളൊഴിഞ്ഞ നഗരങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന്, ആളുകളില്ലാത്ത നഗരങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സൗത്ത് കൊറിയയിലാകട്ടെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമെന്ന് 0.72 എന്ന അവസ്ഥയിലേക്ക് അവിടെയുള്ള ജനസംഖ്യാ നിരക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടൽ ഇന്ന് യൂറോപ്യൻ നാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്, ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? കൊഡോകുഷി എന്നാണ് ആ വാക്ക്. എന്താ കൊഡോകുഷി എന്ന് പറഞ്ഞാൽ? ഒറ്റപ്പെട്ട മരണം എന്നാണ്. അതായത് ചില വീടുകളിൽ ഒറ്റക്കാണ് ആളുകൾ താമസിക്കുന്നത്. ആ താമസിക്കുന്ന വീട്ടിൽ ആരുമില്ല, അവരങ്ങനെ വയസ്സാവുന്നു. പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് പോയി ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ കഴിയും. അസുഖമായി കിടന്ന ഒരു മനുഷ്യൻ നോക്കാനില്ല. എന്നിട്ട് മരുന്ന് കിട്ടാതെ, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ കിടക്കുന്നിടത്ത് മൂത്രമൊഴിച്ച് കാട്ടിച്ച് അങ്ങനെ നരകയാതനയിലൂടെ ആ മനുഷ്യൻ മരിക്കുന്നു. മരിക്ക മാത്രല്ല, മരിച്ച വിവരം അയൽവാസികൾ അറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല, കുടുംബങ്ങൾ ഒട്ടുമേയില്ല. അവസാനം നമ്മൾ സാധാരണ നടന്നു പോകുന്ന വഴിയിലുണ്ടല്ലോ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് പൂച്ച കത്തിട്ടുണ്ടോ, പട്ടി കത്തിട്ടുണ്ടോ എന്ന് ചോദിക്കൂലേ? ഇതേപോലെ അതിന് തൊട്ടടുത്ത് കൂടി നടന്നു പോകുന്ന ആളുകൾക്ക് സ്മെല്ല് വരുമ്പോൾ എവിടുന്നാണ് ഈ സ്മെല്ല് നോക്കി വീടിൻ്റെ അടുത്ത് പോയി ആ വീട് കുത്തിപ്പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മനുഷ്യൻ മരിച്ചത്. മനസ്സിലായോ? അങ്ങനെയുള്ള അവസ്ഥ, അതാണ് കൊഡോകുഷി എന്ന ഒറ്റപ്പെടൽ മരണം എന്ന പേരിൽ തന്നെ ജപ്പാനിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കും. അതേപോലെ കുട്ടികളുടെ മാനസിക രോഗം, ഫാദർലെസ് ഹോം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ സാന്നിധ്യമില്ലാതെ വളരുന്ന കുട്ടി 5 മുതൽ 20 മടങ്ങ് വരെ കുറ്റകൃത്യത്തിന് സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിന് വരുന്ന സാമ്പത്തിക ബാധ്യതയോ സോഷ്യൽ സെക്യൂരിറ്റി ഇനത്തിൽ GDP-യുടെ വലിയ ഭാഗം മുതിർന്ന പൗരന്മാരുടെ പെൻഷനും ആരോഗ്യത്തിനും വേണ്ടി നീക്കിവെക്കേണ്ടുന്ന ഗതികേടാണ് ഇന്ന് അത്തരം രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കുടുംബം തിരിച്ചു പിടിക്കാൻ രാജ്യങ്ങൾ പ്രത്യേക പദ്ധതികൾ നിന്നും പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പാക്കേജുകൾ? ഹംഗറിയിൽ ഫാമിലി പോളിസി തന്നെ ഉണ്ടാക്കി, നികുതി ഇളവ് വരുത്തി. 4-ലധികം കുട്ടികളുള്ള സ്ത്രീകൾക്ക് നികുതിയിൽ പ്രത്യേകം ഇളവുണ്ടാക്കി. അതേപോലെ തന്നെ പലിശരഹിത വായ്പ കൊടുത്തു. ദമ്പതിമാർക്ക് $30,000 പലിശരഹിത വായ്പ. 3 കുട്ടികൾ ഉണ്ടായാൽ ആ വായ്പ തിരിച്ചടക്കേണ്ടെന്ന വിധി. 3 കുട്ടികൾ വരെ ഉണ്ടായാൽ പിന്നെ വായ്പ തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെയുള്ള ഓഫറുകൾ. അതുപോലെ തന്നെ 7 സീറ്റുള്ള വാഹനത്തിന് പ്രത്യേക സബ്സിഡി. 7 സീറ്റ് എന്തിനാ? കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് പ്രത്യേക സബ്സിഡി. ചൈനയിലാകട്ടെ 3 കുട്ടി നയം വന്നു. വിവാഹത്തിന് അവധി കൊടുത്തു. വിവാഹത്തിന്റെ ദിവസം ഓഫീസുകളിൽ നിന്ന് അവധി കൊടുക്കുന്നു. വിദ്യാഭ്യാസ ചെലവെടുക്കുന്നു. മാത്രമല്ല, ഗർഭനിരോധന ഉറകൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നു. പണ്ട് നികുതി കൂട്ടുകയാണ് ചെയ്തത്, ഇന്ന് നികുതി ഇളവ് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. ജപ്പാനിലാകട്ടെ ജനസംഖ്യാക്കുറവ് ദേശീയ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യയിലാകട്ടെ മദർ ഹീറോയിൻ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നു. 10-ലധികം കുട്ടികളുള്ള അമ്മമാർക്ക് 10 ലക്ഷം റൂബിൻസ് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. സൗത്ത് കൊറിയയിലാകട്ടെ പ്രതിമാസ ശമ്പളം കുട്ടികളുണ്ടായാൽ ആദ്യത്തെ 1 വർഷം മാതാപിതാക്കൾക്ക് $700 സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, പിതാവ് വേണ്ട, മാതാവ് വേണ്ട, എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാൽ മതി എന്ന് ലിബറലിസത്തിന്റെ പുരപ്പുറത്ത് കയറി വലിയ കൂവി വിളിച്ച രാജ്യങ്ങളൊക്കെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഓർത്തു വെച്ചോ, എഴുതി വെച്ചോ, അതേ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ആ ഇന്ത്യയിൽ ഈ പ്രശ്നം ഒന്നാമതായി അഭിമുഖീകരിക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമതായി ഇത് ബാധിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തൃശ്ശൂർ ജില്ലയെ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തെ ആയിരിക്കും. ആ കേരളത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലയെയാണ് ഇന്ന് അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. എഴുതി വച്ചോ, ജനസംഖ്യ കുറയുമ്പോൾ രാജ്യത്തൊന്നുണ്ടാകും. മുതിർന്ന ആളുകളുടെ എണ്ണം കൂടും, വീടുകളിൽ ചെറിയ കുട്ടികളും പിന്നെ കൗമാരക്കാരും ഇല്ലാതെ പോകും. അപ്പൊ മുതിർന്ന ആളുകളെ നോക്കാൻ ആളില്ല, ഓഫീസിൽ പണിയെടുക്കാൻ ആളില്ല, ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ ആളില്ല, സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയോ? ഒരിക്കലും തന്നെ കഴിയില്ല. എന്തിനാ ഞാൻ അത് പറഞ്ഞതെന്നറിയോ? ഇസ്ലാം പറഞ്ഞതാണെന്ത്? നിങ്ങൾ കുടുംബത്തെ കാത്തോ, കുടുംബത്തിന് കാവലിരുന്നോ, കുടുംബത്തിനെതിരെ നിങ്ങൾ സംസാരിക്കരുത്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ്, LGBTQ പൊളിറ്റിക്സിന്റെ പേര് പറഞ്ഞ്, ആക്ടിവിസത്തിന്റെ പേര് പറഞ്ഞ്, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേര് പറഞ്ഞ് അത് പാഠപുസ്തകങ്ങളിലേക്ക് അടിച്ചു കയറ്റി ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുമ്പോൾ ഇതൊന്നും ഓർത്തില്ല ആരും. അന്നേ നമ്മൾ പറഞ്ഞു ഈ പോക്ക് അപകടകരമാണ്, നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരും. ആരും അതിന് കാതു കൊടുത്തില്ല. എന്നാൽ ഇന്ന് അതിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ പോവുകയാണ്. ആ കെടുതി അനുഭവിച്ചാൽ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. 50 വർഷം കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ 100 വർഷം കൊണ്ട് മാത്രമേ ഇതിന്ന് കരകയറാൻ കഴിയുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ പിറകോട്ട് പോയി എന്നതാണ് പ്രശ്നം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞോടത്ത് നിൽക്കണം. പക്ഷെ ആ പറഞ്ഞതൊക്കെ ഒരു കാലത്ത് കൂടുതൽ കുട്ടികൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഇപ്പോ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? സ്റ്റാലിൻ പറഞ്ഞ എന്താ? തമിഴ്നാട്ടുകാരോട് പറഞ്ഞത് ഒരു വീട്ടിൽ ചുരുങ്ങിയത് 16 കുട്ടികൾ ഉണ്ടാണെന്നാണ്. അതിന് വേറെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, ഞാനതിലേക്ക് കടന്നു പോണില്ല. അപ്പൊ അതൊന്നും പറയാൻ ആർക്കൊരു മടിയില്ലല്ലോ. എന്താണ് ഞാൻ ഒറ്റ പോയിന്റാ പറയുന്നത്? ഇസ്ലാം പറഞ്ഞോടത്തേക്ക് മനുഷ്യന്മാർ വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എത്ര തെളിവ് ഇങ്ങനെ പറയണം? അതുകൊണ്ട് ഇത് നിസ്സാര വിഷയം, ഇത് അള്ളാൻ്റെ ദീനാണ്, ഇത് നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ്റെ ദീനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെയുള്ള വിശ്വാസികളോട് പറയാനുള്ളത് കുറച്ച് ഗൗരവത്തിൽ തെളിവ്. നമ്മളെ കയ്യിലുള്ള ഈ ഖുർആന്റെ വില എത്രയെന്നറിയാം. ഇത് നന്മയാണ്, നല്ലതാണെന്ന് പറഞ്ഞത് ലോകത്തെന്നും നന്മയായിരിക്കും സുഹൃത്തുക്കൾ. നമ്മൾ അതിൻ്റെ വക്താക്കളാണെന്നുള്ള അഭിമാനബോധം നമുക്ക് വേണം. അത് നമുക്ക് സമൂഹത്തോട് അറിയിച്ചു കൊടുക്കണ്ടേ? അപ്പോഴേ നല്ല വ്യക്തി, അങ്ങനത്തെ നല്ല വ്യക്തികൾ ഉണ്ടാവുമ്പോൾ നല്ല സമൂഹ നിർമ്മിതി ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹ നിർമ്മിതിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നിങ്ങൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. നല്ലൊരു സമൂഹം ഇവിടെ കരിപിടിച്ചു വരുമ്പോ അതിനെ തച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്, ചില തിയറികളുണ്ട്. ആ തിയറികൾ ഇവിടെ വന്ന സഹോദരിമാരും കുടുംബാംഗങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൽ 2-3 തിയറികൾ ഞാൻ പറയാം, എല്ലാം പറയാൻ സമയമല്ല. ഒരു തിയറി എന്താ അറിയോ? മൈ ബോഡി മൈ റൈറ്റ് എന്നാണ് ഒരു തിയറി. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അതിൻ്റെ വാപ്പ തീരുമാനിക്കണ്ട, ഉമ്മ തീരുമാനിക്കണ്ട, വേറെ ആരും അധ്യാപകർ പറയണ്ട, മൗലവിമാർ പറയണ്ട, ഖുർആനും പറയണ്ട, ഹദീസും പറയണ്ട, ആരും പറയണ്ട. ഞാൻ എൻ്റെ കാര്യമൊക്കെ ഞാൻ തീരുമാനിക്കും. എൻ്റെ ശരീരം എൻ്റെ അവകാശം. ഇതെന്ന് യുവാക്കൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം. വിശ്വാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ആ ചിന്ത ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാതെ അവന് മുസ്ലിം ആകാൻ കഴിയും, ഉറപ്പാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനാകട്ടെ ഒരു മുഅ്മിനത്താകട്ടെ, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, അള്ളാഹു റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, ആ കാര്യത്തിൽ മറ്റൊരു ചോയ്സ് അവർക്കുണ്ടാകാൻ പാടില്ല, മറ്റൊരു തീരുമാനം അവർക്കുണ്ടാകാൻ പാടില്ല. അല്ലാതെ എൻ്റെ ശരീരമാണ്, എൻ്റെ അവകാശമാണ്, എൻ്റെ തോന്നലാണ് എന്നുള്ള അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെന്ത് ചെയ്യാൻ പാടില്ല, അതിക്ക് പോകാൻ പാടില്ല. അള്ളാഹും റസൂലും പറഞ്ഞു കൊടുത്തു, ഓൽക്കേ വിജയം ഉണ്ടാവും.
അപ്പം ആ ആശയം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ കുട്ടികൾ പുതുതലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു തിയറിയാണ് എന്തറിയോ, എൻ്റെ ഇഷ്ടമാണ് അല്ലേ. അപ്പം അത് ഉമ്മമാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ശപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഇവൺ ഹദീസ് വേണം നിങ്ങൾക്ക് തിരഞ്ഞുപിടിക്കിട്ടും. ആ ശാപം കിട്ടിയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ പെൺകുട്ടിക്ക് ജീൻസ് ഇട്ട് കൊടുക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ട്. അപ്പൊ ചോദിക്കുന്നത്, ഒരു കുട്ടിയുണ്ട് പാൻ്റ് ഇടുമ്പോഴേക്കിന് ഇങ്ങോട്ട് ആകാശം പൊളിഞ്ഞു കൂടും. ആ ചോദ്യം എന്തിനും ചോദിക്കാലോ. ഒരു വാപ്പാൻ ഒരാളോട് കുത്തിയാണ് കൊന്നു, ആകാശം പൊളിഞ്ഞു പോകുമോ? ആകാശം പൊളിഞ്ഞു പോകൂല. അങ്ങനെ എത്ര ആൾ ഇപ്പം ഇന്നലെ ഒരു മകനെ ഒരു മദ്യപാനിയായ ഒരു അച്ഛൻ ഒരു വാപ്പ കുത്തിക്കൊന്നു. ആകാശപ്പോഴും ഉണ്ട് ഇവിടെ. ആ ചോദ്യം ചോദിച്ചും കണ്ട് എല്ലാത്തിനെയും ഹലാലാക്കേണ്ട കാര്യമൊന്നുമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, എൻ്റെ ഇഷ്ടം, എൻ്റെ മകൻ്റെ ഇഷ്ടം, മകളുടെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ എതിര് നിൽക്കണ്ട എന്ന ഒരു ഫ്രെയിം നിങ്ങൾ കൊണ്ടുവന്നാൽ ഓരോ ദിവസവും ഇവർ പറയുന്ന ഇഷ്ടത്തിനാണ് നിന്ന് കൊടുത്താൽ എന്തൊക്കെ ഇഷ്ടമാണ് റീൽസിൽ വന്നുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഇഷ്ടങ്ങൾ നടപ്പാക്കിയാൽ പിന്നെ ഈ ദീനെന്നാണ് പുറത്തു പോവുകയും ചെയ്യും. നമ്മൾ ആരെ ഇഷ്ടം നടപ്പാക്കേണ്ടവർ? എന്താണ് ഈ മുസ്ലിം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതെന്നെ മറന്നുപോയി സമുദായം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കീഴൊതുങ്ങിയവൻ എന്നാണ്. ആർക്ക് കീഴൊതുങ്ങിയവൻ? സെലിബ്രിറ്റിക്ക് കീഴൊതുങ്ങിയവൻ എന്നല്ല, സിനിമാ നടന്മാർക്ക് കീഴൊതുങ്ങിയവനെന്നല്ല, ലിബറലിസത്തിന് കീഴൊതുങ്ങിയവനെന്നല്ല, മതനിരാസത്തിന് കീഴൊതുങ്ങിയവനെന്നല്ല, ജെൻഡർ ന്യൂട്രൽ പൊളിറ്റിക്സിന് കീഴൊതുങ്ങിയവനെന്നല്ല, മറിച്ച് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനിതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവനാണ് മുസ്ലിം. അല്ലാതെ ഈ ലിബറൽ സംസ്കാരത്തിന്റെ റീൽസിൽ വരുന്ന, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതെങ്കിലും കുട്ടികൾ പറയുന്ന അതിനനുസരിച്ച് ഇഷ്ടപ്പെടാനോ അതിൻ്റെ കീഴിൽ നിൽക്കാനോ ആണ് നമ്മളെങ്കിലും. പിന്നെ എങ്ങനെ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തിനെ ചൊല്ലി, അതായത് പരലോകമല്ല സ്വർഗമല്ല പടച്ചോനും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവർക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം, പക്ഷെ ഒരു വിശ്വാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചിന്താഗതി ആരെങ്കിലും മനസ്സിലാക്കും, ഇത് എൻ്റെ ഇഷ്ടമാണ്. ഇഷ്ടം ആർക്കും അള്ളാൻ്റെ ഇഷ്ടത്തിന് അപ്പുറം ഒരു ഇഷ്ടം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയണം, അവനെ സ്വർഗമുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യൂല, അത് കിട്ടൂല. പിന്നെ ചില കുട്ടികൾ പറയണ വാക്കാണ്, എനിക്ക് 18 വയസ്സായി. 18 വയസ്സായ പിന്നെന്താ, പിന്നെ വാപ്പ ഇമ്മയൊന്നും പറയണമെന്നും കേൾക്കേണ്ട കാര്യമില്ല, എൻ്റെ കാര്യം എനിക്ക് തീരുമാനിക്കാം. ശരിയാണ്, വോട്ടവകാശം കിട്ടും. നമ്മുടെ രാജ്യത്ത് 18 വയസ്സായാൽ പ്രായപൂർത്തിയായതിൻ്റെ അടയാളമാണ്. അവന് വോട്ടവകാശം കിട്ടും, അവനൊരു ഡീലിൽ ഒപ്പുവെക്കാനുള്ള അവകാശമുണ്ട്, സാക്ഷിയാകാനുള്ള അവകാശമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, ആ 18 തിരിച്ചിട്ട് നോക്കി, എത്ര വയസ്സായി? 81 വയസ്സായി അല്ലേ? 81 വയസ്സല്ല, 90 അല്ല, എത്ര ആയുസ്സില്ല, അത്ര വയസ്സായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിക്കപ്പുറത്തേക്ക് പോകും. മനസ്സിലായോ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നതുവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കണം. 18 അല്ല, 38 അല്ല, മരണം വരെ എന്നതിനർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമമാണ്. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നമ്മൾ വാപ്പാനും ഇമ്മാനും ധിക്കരിക്കാനും കണ്ടവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകാനും നിൽക്കേണ്ട കാര്യമില്ല. കുട്ടികൾ കണ്ടവൻ്റെ പിന്നാലെ ഇറങ്ങിയാണ് പോവുകയാണ്. എന്താ പത്ത കാലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എവിടുന്ന് തുടങ്ങുന്നുണ്ടെന്ന് അറിയോ? ഒരു അധ്യാപിക ഈ അടുത്ത് എന്നോട് പറഞ്ഞത്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ക്ലാസ്സിലാണ്, എപ്പോഴും ശല്യം. അധ്യാപകർ ക്ലാസ്സിലില്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും കുത്തിയിട്ടും മാന്തിയിട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം രൂക്ഷമായപ്പോൾ 2 ക്ലാസ്സുകാർ. അപ്പോൾ ഭയങ്കര സങ്കടം, രണ്ടാക്കും ഭയങ്കര സങ്കടം. അവസാനം ഈ പെൺകുട്ടി പിന്നെ മാഷെടുത്ത് വന്ന് പറയണത്, മാഷേ ഞങ്ങൾ 2 ലൈനാണ്. 7ാം ക്ലാസ്സിലത്തെ പെൺകുട്ടിയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇത് മാഷോട് വന്ന് പറയാൻ ഒരു പ്രശ്നമില്ല. അവിടെ നിർത്തിയില്ല. പിന്നെന്താ പറയുക, ഒന്നും കൂടി ഗൗരവത്തിൽ പറയണത് എന്താ പറയുക, ഞങ്ങൾ 4ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. എനിക്ക് രക്ഷിതാക്കൾ ആലോചിച്ചു, എവിടേക്കാണ് നമ്മളെ മക്കൾ പോകണം, എന്താ ഇപ്പം അവസ്ഥ.
പെൺകുട്ടികൾ ഓർത്തു വെച്ചു, ഈ പോക്ക് പോയാൽ എവിടെ എത്തുക എന്നുള്ളതിന് അധിക തെളിവൊന്നും വേണ്ട. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഇവിടെ തൊടികപ്പുലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ? ആ തൊടികപ്പുലത്തുണ്ടായ സംഭവം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇപ്പോൾ അടുത്തോടെ പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. എൻ്റെ വിശദമായ വിവരം ഞാൻ ചോദിച്ചറിഞ്ഞു. അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന, കരുവാരകുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു +1 പഠിക്കുന്ന ചെറുക്കനും അതേ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ആ കുറ്റിക്കാട്ടിൽ വന്ന് ആ ആ വിദ്യാർത്ഥി എന്ത് ചെയ്ത് ഇവളെ 2 കൈയും കൂട്ടി കെട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുക, കഴുത്ത് ഞെരിച്ച് കൊന്നുക. ആലോചിച്ച് നോക്കി. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ, കുറേ ദിവസമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇവർ പ്രണയത്തിലാണ്. ഇവള് ഡ്രസ്സൊക്കെ എടുത്തുങ്ങാണ്ട്, 2 യൂണിഫോം ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. ഡ്രസ്സൊക്കെ ബാഗിലാക്കിയിട്ടാണ് പോകുന്നത്. ആ ഡ്രസ്സ് ഉപയോഗിച്ചാണ് കൈ കൂട്ടി കെട്ടി. ഈ കുട്ടി എത്ര നിഷ്കളങ്കായിട്ടാണ് ഇവൻ്റെ പിന്നാലെ പോയി, നിങ്ങളെന്ന് ആലോചിച്ചു. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 2ആൾക്കും 18 വയസ്സും കഴിഞ്ഞിട്ടില്ല. എൻ്റെ താഴെ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആണും പെണ്ണും തോള് പിടിച്ചാൽ എന്താ കുഴപ്പം, ആണും പെണ്ണും അടുത്തിരുന്നാൽ എന്താ കുഴപ്പം, അവർ പ്രണയിച്ചാൽ എന്താ കുഴപ്പം, നിങ്ങളെ കണ്ണിനാണ് കുഴപ്പമെന്ന് ആൾക്കാർ പറയല്. സാർ അതൊരു അധ്യാപകൻ എന്നാൾ പറഞ്ഞു, ഹൈസ്കൂൾ പഠിക്കണ ആ കുട്ടിയുടെ ആണും പെണ്ണും വരാന്തയിലൂടെ തോള് പിടിച്ചിങ്ങനെ പോവാണ്. അപ്പം അത് കണ്ടപ്പോൾ മാഷ് പറഞ്ഞു, എന്താ കുട്ടികളെ നിങ്ങൾ ചെയ്യണത്, ശരിയല്ലല്ലോ. അപ്പം ആ തോളിൽ പിടിച്ചുകൊണ്ട് 2 ആളും മാഷെടുത്തേക്കാണ് വരിക. എന്നിട്ട് വന്നിട്ട് പറയണെന്ത്, അതിനെന്താ മാഷ്, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങളാ പറയണ കാര്യമൊന്നും ഞങ്ങൾക്കിടയിലില്ല, നിങ്ങളെ കണ്ണിനാ കുഴപ്പം. അപ്പം ആരായി പ്രതി? പ്രതി ആരാ? അവരാണ്. എന്നിട്ട് അതും പറഞ്ഞ് കുട്ടികൾ അങ്ങനെ തന്നെ പോണത്. എവിടേക്ക് ഈ കാലം പോകണം ആലോചിച്ച്. ഇത് ന്യായീകരിക്കാൻ കുറച്ച് ചാനലിലും ചർച്ചയിലും കുറച്ച് ആൾക്കാരും വരും. എന്താ അപ്പം അവരിന്ന് തോള് പിടിക്കുമ്പോൾ എന്താ കുഴപ്പം, അടുത്തിരിക്കുമ്പോൾ എനിക്ക് എന്താ കുഴപ്പം, എന്താ കുഴപ്പമോ? ആ കുഴപ്പം അപ്പം ഞാനീ പറഞ്ഞു. ഈ കുട്ടി ഉണ്ടല്ലോ, ഈ +1 ഇവനെ കൊല്ലാൻ കൊണ്ടായതൊന്നുമല്ല. ഒരാണും പെണ്ണും അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വൈകാരികമായ ഉത്തേജനം ഉണ്ടാവും. അത് ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അത് സത്യമാണെങ്കിൽ മൈക്കിൽ വിളിച്ചു പറയാൻ ഒരു മടി നമ്മൾ മടിക്കേണ്ടതില്ല. ഞാർക്കെങ്കിലും അങ്ങനെ ആണും പെണ്ണും ഒപ്പം നടന്നിട്ടും ശൃംഗരിച്ചിട്ടും ഒരു വൈകാരിക അവസ്ഥ ഉണ്ടാകണില്ലെങ്കിൽ ഉൽക്കെന്തോ താരാണ് ചികിത്സിക്കണം. ഒരു കുട്ടികൾ കല്യാണം കഴിച്ചാലും ശരിയാവില്ല. എന്തിനാ മടിക്കേണ്ട കാര്യം? ഇവർ പറയണത് ഒന്നും സംഭവിക്കൂല. സംഭവിക്കും. അത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കും. ഈ കുട്ടി ഇവൻ ഉപയോഗിക്കാൻ നോക്കി, ഈ കുട്ടി സമ്മതിച്ചിട്ടില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തേണ്ടി, ബലം പ്രയോഗിക്കേണ്ടി വന്നു. ആ കുട്ടിനെ അവസാനം മരണത്തിൽ കലാശിച്ചു. എത്ര പെട്ടെന്നോ കൊലപാതകയായി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു സംഭവമാണ്. അങ്ങനത്തെ എത്ര സംഭവങ്ങൾ ഇങ്ങനെ നടന്നു കേരളത്തിൽ. എന്താ നമ്മൾ കണ്ണു തുറക്കാത്തത്? ഈ പ്രണയ കൊലപാതകങ്ങൾ എത്ര നടന്നു? പെരിന്തൽമണ്ണ കത്തി കൊണ്ട് കുത്തിക്കൊന്നില്ലേ? കൊല്ലത്ത് പെട്രോൾ ഒഴിച്ചു കൊന്നില്ലേ? വയനാട്ടിൽ അരയിൽ പെട്രോൾ ബോംബ് കെട്ടിവെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചില്ലേ? കോട്ടയത്ത് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് പേന കത്തിക്കൊണ്ട് കഴുത്തെടുത്തു വന്നില്ലേ? എത്ര സംഭവങ്ങളാണ്. പെൺകുട്ടികൾ എഴുതി വെച്ചോ, വാപ്പാനവും ധിക്കരിച്ച്, ഉമ്മയെ ധിക്കരിച്ച്, അധ്യാപകരെ വെല്ലുവിളിച്ച് നിങ്ങൾ പോകുന്ന പോക്ക് നിങ്ങൾ മരണക്കുരുക്കിലേക്കാണ്. സംശയിക്കൊന്നും വേണ്ട കാര്യം. ഞാൻ സൂചിപ്പിച്ചത്, എനിക്ക് 18 വയസ്സായി, നിന്റെ വാപ്പന്നെ നോക്കണ്ട, ഞാൻ കണ്ടോന്റെ പറഞ്ഞിപ്പോവും. അതാദ്യമൊക്കെ ഒന്ന് തടയും. ആ തടച്ചിൽ നിങ്ങൾ നിന്നില്ല എങ്കിൽ അവസാനം വാപ്പിയും തീരുമാനിക്കും, എനിക്ക് അങ്ങനെ മകനില്ല മകളെല്ലാം തീരുമാനിക്കും. ബാക്കി അനുഭവിക്കേണ്ടതൊക്കെ പോലെ അനുഭവിക്കും. സംശയിക്കുന്നില്ല. അവിടെ തിരിച്ചു നടന്നോളൂ. വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റു സംവിധാനത്തിലും ഹായ് എന്ന് പറഞ്ഞ് അന്യ പുരുഷന്മാരോടും അന്യ സ്ത്രീകളോടും ചാറ്റിംഗ് നടത്തി ഇപ്പം എന്തെങ്കിലും അവിശുദ്ധ ബന്ധങ്ങൾ ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാല് പിറകോട്ട് വെച്ചോളൂ. അത് ഈ പറയുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു നഷ്ടമല്ല. അത് ആരാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും ഒരു നഷ്ടം. നമുക്ക് പറയാനേ പറ്റും. അതുകൊണ്ട് ഈ വയലെന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളത് തന്നെയാണ്. അതിൻ്റെ അനക്കങ്ങൾ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ഗൗരവത്തിലെടുത്തോളൂ, അത് ശ്രദ്ധിച്ചോളൂ. എൻ്റെ കുട്ടിയിലൊന്നും പോകില്ല എന്ന് വിചാരിക്കണം. കാലം അങ്ങനെയാണ്, സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് തിയറികൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, അത്തരം അപകടക്കണികളിൽ ഒരിക്കലും തന്നെ
നമ്മൾ ഉൾപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമ്മളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു നിങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് ശരിക്ക് അതിൻ്റെ തെറ്റും ശരി മനസ്സിലാക്കുക. എന്നിട്ട് ആ ശരിയിൽ ഉറച്ചു നിൽക്കുക. അതിന് നല്ല വിവരം വേണം. ഇങ്ങനത്തെ പ്രഭാഷണങ്ങൾ കേൾക്കണം, അതുപോലെ ചർച്ചകൾ കേൾക്കണം, ആനുകാലിക സംഭവങ്ങൾ വായിക്കണം. അത് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാർപ്പദം എന്ന് പറയുന്ന നമ്മുടെ മുഖപത്രം. ആ നാർപ്പദം വരുത്തിയാൽ മാത്രം പോലെ അത് റാപ്പർ പൊട്ടിച്ച് നമ്മൾ വായിക്കണം, നമ്മുടെ മക്കൾ വായിക്കണം, ക്വിസ് മത്സരം നടത്തണം, ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം എന്ത് സംഭവിക്കുന്നത്? എന്താ ജെൻഡർ ന്യൂട്രാലിസം എന്ന് മനസ്സിലാവും, എന്താ ലിബറലിസം എന്ന് മനസ്സിലാവും, ഈ പറഞ്ഞ ആശയങ്ങൾ എവിടുക്കാ മക്കളെ എത്തിക്കുക എന്ന് മനസ്സിലാവും. ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നടന്നാൽ ഇതിലൊക്കെ പെട്ടിട്ടേ വിവരം അറിയുള്ളൂ. ചില ആൾക്ക് എന്തിനാ നേർപ്പദം? നമ്മളെ രക്ഷക്കാണ്, നമ്മളെ മക്കളെ രക്ഷക്കാണ്, നമ്മുടെ കുട്ടികളെ രക്ഷക്കാണ്. ആരെങ്കിലും അത് ചേർക്കാൻ ഉള്ള ആൾക്കാർ ഈ കേൾക്കുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരോട് ബന്ധപ്പെട്ട ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ തൊട്ട് അപ്പം നിങ്ങൾക്ക് ചേർക്കാം. 550 രൂപ അടച്ചാൽ നിങ്ങളെ പോസ്റ്റിൽ സാധനം ഇങ്ങനെ വരും. അത്രയ്ക്ക് ഈസിയാണ് സാധനം. അതെല്ലാ വീട്ടിലൊന്നും ഉണ്ടാകും. അതേപോലെ നമ്മുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കണം. സഹോദരങ്ങളെ, മദ്രസയിൽ കുട്ടികളെ കൃത്യമായിട്ട് പങ്കെടുപ്പിക്കും. മദ്രസ പ്രായത്തിലുള്ള കുട്ടികളെ മറ്റു കോഴ്സുകൾക്ക് വിട്ടുകൊണ്ട് മതവിദ്യാഭ്യാസം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഈ പുണ്യം ഇവിടെ നല്ലൊരു മദ്രസ ഇവിടെ പ്രവർത്തിക്കും. ആ മദ്രസയിൽ നമ്മളെ മക്കളെല്ലാവരും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഇപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ പേരിന് മദ്രസയിൽ വിടുന്ന ആൾക്കാർ എന്താ ഓൺലൈനിലാണ്. ഞാൻ ഓൺലൈൻ മദ്രസനെ മുഴുവൻ ആക്ഷേപിക്കല്ല. ശരിക്കും മര്യാദക്ക് മൂക്കിൻ്റെ മുമ്പിൽ ഒരു മദ്രസ നടക്കുന്നുണ്ടെങ്കിൽ ആ മദ്രസയ്ക്ക് വിടുക വേണം, അല്ലാതെ ഓൺലൈനിലാക്കാൻ പാടില്ല. മനസ്സിലാക്കണം. വല്ല ഗൾഫിലോ അല്ലെങ്കിൽ ഒരു മദ്രസ ഇല്ലാത്തൊരു നാട്ടിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഓൺലൈൻ മദ്രസ ആശ്രയിക്കാതെങ്കിലും ആവട്ടെ. പക്ഷെ തൊട്ടുമ്മരത്ത് മദ്രസ ഉണ്ടായിട്ട് ഈ ഓൺലൈൻ മദ്രസ കാരണം എന്താ അറിയോ? കുട്ടി അത് ഓണാക്കിയാണ്ട് ഉറങ്ങും. അത്രേ ഉള്ളൂ. അത് ഈ നിസ്കാര ഓതും കാര്യങ്ങളൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണതിൽ എത്ര പരിമിതി ഉണ്ടതിനൊക്കെ. അതുകൊണ്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ കുട്ടി മദ്രസ പോകുന്നുണ്ടെന്ന് പറയല്ല, കൃത്യമായിട്ട് മദ്രസയ്ക്ക് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഈ വിവരങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടൂല. ആ മദ്രസ കഴിഞ്ഞാലോ 7, 8, 9, 10, 11, 12 ക്ലാസ്സിൽ എത്തിയാൽ അതിനുള്ളതാണ് കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, CRE. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമാണ്. അത് ഇവിടെയൊക്കെ ഉണ്ടാവും. അതിൽ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യാൻ എത്തിച്ചു കൊടുക്കണം. അതുപോലെ മുതിർന്ന ആളുകൾക്കുള്ള സംവിധാനമാണ് QSLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കോഴ്സ്, ആ ക്ലാസ്സിന് നമ്മളെല്ലാവരും എത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ എത്തുന്നതോടു കൂടി ഇന്നത്തെ ഈ പരിപാടിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഈ പള്ളിൻ്റെ മിനാരത്തുനിന്ന് വിളി കേട്ടാൽ, നമ്മുടെ തടാകം കുഞ്ഞോമാജി ഈ പള്ളി ഈ ഒരു പ്രസ്ഥാനത്തിനെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തിനാ ഏൽപ്പിച്ച്? ഇവിടെ നമ്മൾ വന്ന് സുജൂദ് ചെയ്യാനും അതിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടാനുമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ സുബൈക്ക് ജമാഅത്തിന് വരാൻ കഴിവുള്ള ആളുകൾ വരാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തോടു കൂടി അത് വന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അതേപോലെ ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്, ആ QHLS വരാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ വന്ന് തുടങ്ങണം. അപ്പോഴാണ് ഇത് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. CREക്ക് നമ്മുടെ കുട്ടികൾ വരുന്നില്ലെങ്കിൽ വന്ന് തുടങ്ങണം. അപ്പോഴേ ഈ വയൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവിടെ കുറേ പ്രസംഗിച്ചതുകൊണ്ടും നിങ്ങൾ കുറേ വന്നിരുന്നത് കൊണ്ടും ഇത്ര ആൾക്കൂട്ടം വന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം? നമ്മളിതിലുണ്ടാകണം. അതേപോലെ തന്നെ നിങ്ങൾ കുടുംബവുമായി നല്ല സമയം ചെലവാക്കണം. എത്ര നേരത്തെ വീട്ടിൽ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ വീട്ടിൽ എത്തിയ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് വീട്ടുകാരായിട്ട് സംസാരിക്കും, പരസ്പരം സംസാരിക്കും, വിഷയങ്ങൾ അറിയാം. ഇപ്പം രക്ഷിതാക്കൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ കാത്തിക്കുക. പ്രശ്നം ഉണ്ടായാൽ കുട്ടികളായിട്ട് സമയം ഉണ്ടാക്കാനും കൗൺസിലർമാരത്ത് കൊണ്ടുപോകാനും അതിന് കാവലിക്കാനും ഒക്കെ നേരം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഒന്ന് വർത്താനം പറയാൻ ആർക്കും നേരമുണ്ട്. പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ ഉപദേശിക്കാൻ പിടിച്ചാൽ കിട്ടൂല. അതിൻ്റെ മുമ്പ് നല്ല സൗഹൃദ ബന്ധം നമുക്ക് വേണം. നമ്മളെ കുട്ടി എവിടെ പോകണു, എന്ത് വരുന്നു, എന്ത് ചിന്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയണം. അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി കുടുംബ ബന്ധത്തിൽ മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഉപദേശം മാത്രമല്ല, ജീവിതം കൊണ്ട് നമുക്ക് ഉപദേശിക്കാൻ കഴിയണം. പിന്നെ ഇതൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് എന്ത് അറിയോ? ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയും. ഈ കൂട്ടായ്മ നമ്മുടെ ദീന് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിൽ യുവാക്കൾക്കുള്ള സംവിധാനമാണ് വിസ്ഡം യൂത്ത്, സ്റ്റുഡൻസിനുള്ളതാണ് വിസ്ഡം സ്റ്റുഡൻസ്, പെൺകുട്ടികൾക്കുള്ളതാണ് വിസ്ഡം ഗേൾസ്, സ്ത്രീകൾക്കുള്ളതാണ് വിസ്ഡം വിമൺ. ഇതിൽ മെമ്പർമാരായി, അതിൻ്റെ പ്രവർത്തകരായി, അതിൻ്റെ മീറ്റിങ്ങിനും പരിപാടിക്കും വന്നു കഴിഞ്ഞാൽ സുഖം എന്താണെന്നറിയോ? അത് നമുക്കതിൻ്റെ ഹൈറുണ്ടാവും. നമ്മളെ വീട്ടിലൊരു ദീനി അന്തരീക്ഷം ഉണ്ടാവും.
എപ്പോഴും നമ്മൾ ഒരു ക്ലാസ്സോ പരിപാടി ഉണ്ടെങ്കിൽ അതിന് നമ്മളെ വിളിക്കും. ഇപ്പം ഈ പ്രോഗ്രാം ഉണ്ടാകാൻ കാരണം എന്താ? ഇങ്ങനെ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ പ്രസംഗിക്കാൻ പറ്റിയ, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റിയ. അപ്പം എന്തിനാ സംഘടന എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്, നമ്മുടെ പരലോകത്തിന് വേണ്ടിയാണ്, ഈ ദീനീ പ്രബോധനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. അത് നമുക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ചത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മഴീശത്തിന് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഉപജീവനത്തിൻ്റെ മാർഗം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങളിൽ മനസ്സ് മുട്ടി പ്രയാസപ്പെട്ട് കഴിയുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, മരുമക്കളുണ്ട്, സഹോദരിമാരുണ്ട്, വാപ്പമാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അവരെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വിവാഹത്തിൻ്റെ പ്രായമായിട്ട് വിവാഹം കഴിയാത്ത പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ ഉചിതമായ ദമ്പതിമാരെ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.